കേരള സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ കാണണ്ട, പക്ഷെ ഇഷ്ടമുള്ളവർക്ക് കാണാൻ അവരും അവകാശം. നിങ്ങളാരാണ് തീരുമാനിക്കേണ്ടത് ഏത് പിക്ചർ ഞാൻ കാണണം, ഏത് പിക്ചർ ഞാൻ കാണാൻ പാടില്ല? മുഖ്യമന്ത്രി എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? മുഖ്യമന്ത്രി അത് പറഞ്ഞത് ശരിയായില്ല അല്ലേ ചന്ദ്രശേഖർ സി? തമ്പുരാന് മുഖ്യമന്ത്രി അത് പറഞ്ഞത് പറ്റിയില്ല. എടാ ഇത് കേരളമാടാ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാടാ. നിന്റെ യു പിയിലെ യോഗിയല്ല, തൻ്റെ ഇടമുള്ള നട്ടലുള്ള മുഖ്യമന്ത്രിയാണ് കേട്ടോ. ശരി, മുഖ്യമന്ത്രി അത് പറഞ്ഞത് പറ്റിയില്ലത്ര ആശാന്. കാണേണ്ടവർ കണ്ടാൽ മതി, കാണാത്തവർ കാണണ്ട. എന്തിനാണ് സിനിമ കാണരുത് എന്നൊക്കെ പറയുന്നത് മുഖ്യമന്ത്രി എന്നാ പറയുന്നത്? എമ്പുരാൻ ഇറങ്ങിയപ്പോൾ ഇതൊന്നല്ല എന്നല്ല നിങ്ങളുടെ തൊളയിലെ നാവ്. എമ്പുരാനിൽ 24 വെട്ട്. ഒന്ന് ചിന്തിച്ച് നോക്കണം. ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം ഈ രാജ്യത്തില്ലേ? കേരളക്കരയിൽ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ അതിൽ 24 വെട്ട് വെട്ടിയ തെമ്മാടികളാണ് പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, ആർക്ക് എന്ത് വേണമെങ്കിലും മറക്കാം. ഒരു സിനിമയിൽ ഉടനീളം ആ ഒരു വില്ലന്റെ പേര് മാറ്റാൻ നിങ്ങൾ നിർബന്ധിതരായി. ബാബാ ബജ്രംഗി എന്ന തെമ്മാടിയായ RSS നേതാവിന്റെ പേര് വെച്ചപ്പോൾ ആ പേര് മാറ്റാതെ സിനിമ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് സെൻസർ ബോർഡല്ല, സംഘി ബോർഡ്, അത്രേ ഉള്ളൂ. സെൻസർ ബോർഡ് എന്നൊന്നും ഇതിനെ വിളിക്കാൻ പാടില്ല. സംഘികൾക്ക് വേണ്ടിയിട്ട് സംഘിസം വ്യാപിപ്പിക്കാൻ വേണ്ടി എടുക്കുന്ന സംഘി ബോർഡ്. അതുപോലെ ദീപിക പദുക്കോൺ മറ്റേ ജവാനാണോ സിനിമയുടെ പേര് എനിക്ക് അറിയില്ല, അതിൽ കാക്കി കളസം ഇട്ടു എന്നുള്ളതിൻ്റെ പേരിൽ, അവളിട്ട ഷെഡിയുടെ കളർ കാക്കിയായി എന്നുള്ളതിൻ്റെ പേരിൽ ആ പെണ്ണിനെ നിങ്ങൾ ഷെഡില്ലാതെ ഓടിപ്പിച്ച ടീമാണ്. ചിന്തിച്ചു നോക്കണം. വസ്ത്ര സ്വാതന്ത്ര്യം ഇല്ലാന്ന് അവരിട്ട അണ്ടർവയറിന്റെ കളർ. എൻ്റെ പൊന്നു സംഖ്യകളെ, നിങ്ങളെ സമ്മതിക്കണം കേട്ടോ. എടാ എന്തിനാണ് ഇങ്ങനെയൊക്കെ പേടിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? എമ്പുരാനിൽ 24 വെട്ട് വെട്ടി. ഗുജറാത്തിൽ നടന്ന കലാപം, ഗർഭസ്ഥ ശിശുവിനെ നിങ്ങൾ കുത്തിയെടുത്ത് ശൂലത്തിൽ താത്തി കാണിച്ച് നടന്നവരാ ഗുജറാത്തിന്റെ തെരുവോരങ്ങളിൽ. ആ ദൃശ്യം കാണിക്കാൻ പാടില്ല. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാം, പക്ഷെ അത് ജനങ്ങൾ അറിയാൻ പാടില്ല. ഈ അടുത്ത് രാഹുൽ ഗാന്ധി സച്ചിന്റെ കൂടെയുള്ള ഫോട്ടോ, സച്ചിന്റെ മോന്റെ കല്യാണത്തിന് ക്ഷണിക്കാൻ പോയ ഫോട്ടോ 8 മില്യൺ വ്യൂസ് 8 നിമിഷങ്ങൾക്ക് മുമ്പ് രാഹുൽ ഗാന്ധിയോടൊപ്പമുള്ള ഫോട്ടോസ്. അത് ഉടനെ രാജാവിന് അത് ഇഷ്ടപ്പെട്ടില്ല. രാജാവിന്റെ വിളി വന്നു, സമ്മർദ്ദം ചെലുത്തി സച്ചിനെ കൊണ്ട് അത് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഭയക്കുന്നത്? ആരെയാടാ നിങ്ങൾ ഈ ഭയക്കുന്നത്? ഇങ്ങനെ പേടിച്ച് ജീവിക്കരുതടാ സംഘികളെ. പോയി തൂങ്ങിച്ചാവടാ. ഇത്ര പേടിയാണെങ്കിൽ നിങ്ങൾ പോയി തൂങ്ങിച്ചാവ്. രാഹുൽ ഗാന്ധിയുമായിട്ട് ആദ്യം മോഡിയുമായിട്ടുള്ള ഫോട്ടോ ഇട്ടു, അമിത്ഷായുമായിട്ടുള്ള ഇട്ടു, രാഷ്ട്രപതിയുമായിട്ടുള്ള ഇട്ടു. അതിനുശേഷമാണ് രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള ഫോട്ടോ പങ്കുവെക്കുന്നത് സച്ചിൻ. പക്ഷേ മറ്റുള്ളതൊന്നും ജനങ്ങൾ തള്ളിക്കളഞ്ഞു. രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള ഫോട്ടോക്ക് ലക്ഷക്കണക്കിന് ലൈക്സ്, മില്യൺ കണക്കിന് വ്യൂസ് വന്നപ്പോൾ ആൾക്കത് സഹിച്ചില്ല. ആൾക്ക് മനസ്സിലായി ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമ്മൾ കണ്ട ജനങ്ങൾ മൊത്തം കോൺഗ്രസിന്റെ കൂടെയാണ് രാജ്യത്ത്, ഇന്ത്യ മുന്നണിയുടെ കൂടെയാണ്. എന്നാൽ ജയിക്കുന്നത് സംഘികളാണ്. എന്തുകൊണ്ട്? തിരിമറി, അല്ലാതെ എന്താ? ബാലറ്റ് പേപ്പറിലേക്ക് പോവാ സംഖ്യകളെ, ധൈര്യം ഉണ്ടെങ്കിൽ, തൻ്റെ ഉണ്ടെങ്കിൽ. അല്ലാണ്ട് നിങ്ങൾ ഈ ബീഫ് കുത്തിത്തിരിക്കുന്ന സിനിമ ഇറക്കിയിട്ട് വന്നിട്ട് കാര്യമില്ല. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വർഗീയതയുടെ പേരിൽ തമ്മിലടിപ്പിക്കുന്ന പരിപാടി നിർത്ത്. സമാധാനമായിട്ട് കടന്നുറങ്ങ്. എന്തിനാ നിങ്ങൾ ഇങ്ങനെ ബേജാറാവുന്നത്? കള്ള സംഖ്യകളെ.